ഹായ് സുഹൃത്തുക്കളെ, നമ്മൾ പലപ്പോഴും പറയാറുണ്ട് മക്കള് തലതിരിഞ്ഞു പോയി, അവൻ തലതിരിഞ്ഞു പോയി, ഇവൻ തലതിരിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ജർമ്മനിയിൽ ഒരു വീട് തന്നെ തലതിരിഞ്ഞു പോയിട്ടുണ്ട്. അതിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ബ്രേക്കാണ്, 2 ദിവസം എനിക്ക് വർക്കില്ല. അപ്പോൾ അതിൻ്റെ അടുത്ത് ഇങ്ങനൊരു വീട് തലതിരിഞ്ഞു പോയി എന്നുള്ളൊരു സംഭവമുണ്ട് പറഞ്ഞു കേട്ട്. അപ്പോൾ അതൊന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഒരുമിച്ച് അത് പോയി കണ്ടാലോ? ഒരുമിച്ച് പോവാം. എൻ്റെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തൊക്കെയാണ്, ജർമ്മനിയിലൊരു പാർക്കിങ്ങിലാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഇതൊരു വലിയൊരു പാർക്കിങ്ങാണ്. ഇവിടെ ജർമ്മനിയിൽ ലിപ്സിംഗ് എന്ന് പറയുന്നൊരു സ്ഥലമാണത്. ഇവിടെ നമുക്ക് എപ്പോൾ വന്നാലും പാർക്കിംഗ് കിട്ടും. കാരണം ഇവിടെ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ അൽദി സൂപ്പർ മാർക്കറ്റ് അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് കടയൊക്കെ. ഒരു വലിയൊരു മാളാണ് ഇവിടെ അടുത്ത്. നല്ല അടിപൊളി സ്ഥലമാണ് ഇത്. ഐക്യ എന്ന് പറയുന്ന ഒരു വലിയൊരു മാളാണ്. ഇവിടെ അത്യാവശ്യം എന്നല്ല, നമ്മുടെ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. പച്ചക്കറി ഒന്നും കണ്ടിട്ടില്ല, ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ കിട്ടും. അപ്പോൾ നമുക്കെന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് പോവാം. തലചെരിഞ്ഞ വീട്ടിലേക്ക് പോണ വഴിയാണിത്. ഇതല്ല ശരിക്കും വഴി. ഇതിപ്പോൾ ഈ പാർക്കിങ്ങിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകാനുള്ളൊരു വഴി മാത്രമേ ഉള്ളൂ. വണ്ടി ഇട്ട് കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് കടയിലൊക്കെ പോകാനായിട്ട് ഉള്ള സൗകര്യത്തിനുള്ളൊരു വഴിയാണ്. ഇപ്പോഴാണ് സംഭവം. തലതിരിഞ്ഞ വീട്ടിൽ കയറി കാണാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. ഈ തലതിരിഞ്ഞ വീട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്. അപ്പോൾ അവിടെ കയറ്റി കാണിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. നമുക്കൊന്ന് പോയി നോക്കാം. കണ്ടില്ലേ, പുറത്തു നിന്നിട്ടെങ്കിലും കണ്ടിട്ട് പോരാലോ. അപ്പം അങ്ങോട്ട് കാര്യമായിട്ടൊക്കെ പോകുന്നുണ്ട് കാണാനായിട്ട്. പക്ഷെ അവരവിടെ കയറ്റി കാണിക്കുമെന്നൊന്നും എനിക്കറിയില്ല. കാരണം നമ്മുടെ കൂട്ടത്തിൽ ആരും പോയി പറഞ്ഞത് കേട്ടിട്ടില്ല. ഇത് സംഭവം ഉണ്ടെന്നറിയാം. പക്ഷെ ഞാൻ കയറ്റി കാണിച്ചില്ലെങ്കിലും പുറത്തുനിന്നിട്ടെങ്കിലും കണ്ടിട്ട് നമുക്ക് പോരാലോ. ഇങ്ങനെ പാർക്കിങ്ങിൽ നിന്ന് നമുക്ക് നേരെ ഹൈവേ ആണ്. അത് അപ്പുറത്തെ ഒരു ഹൈവേ ആണ്, മെയിൻ ഹൈവേ ആണ്. ഹൈവേയുടെ അടിയിൽ കൂടി അണ്ടർഗ്രൗണ്ട് വഴിയാണ് കാണുന്നത്. അണ്ടർഗ്രൗണ്ട് പാസേജ് കൊടുത്തേക്കണാണ്. അതായത് ആ മാളിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊരു അണ്ടർഗ്രൗണ്ട് പാസേജ് കൊടുത്തേക്കണാണ് അവർ. കണ്ട, അതാണൊരു അണ്ടർഗ്രൗണ്ട് പാസേജാണ് ഈ കൊടുത്തേക്കണത്. ആൾക്കാർ കടയിൽ പോയിട്ട് തിരിച്ചു വരുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അണ്ടർഗ്രൗണ്ട് പാസേജ് കഴിഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണേ. ഞാൻ പറഞ്ഞ ഷോപ്പിംഗ് മാള്, ഇവിടെ എല്ലാ സംഭവങ്ങളും കിട്ടും. ഹൽദി പിന്നെ അങ്ങനെ എല്ലാ ഷോപ്പുകളും ഇതിൻ്റെ അടുത്തുണ്ട്. കണ്ട മക്കളെ കണ്ട, ഞാൻ പറഞ്ഞ വീട് ഇതാണ്. തലതിരിഞ്ഞു പോയ വീട് ഇതാണ് ഞാൻ പറഞ്ഞ വീട്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അവർ കയറ്റോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എൻട്രൻസിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എന്തായാലും കയറ്റോ ഇല്ലയോ നമുക്ക് നോക്കാം. തലതിരിഞ്ഞ വീട് കണ്ട, തലതിരിഞ്ഞു പോയ വീട് കണ്ട. പണിത് വന്നപ്പോൾ തലതിരിഞ്ഞു പോയെന്നാണ് പാവം. എന്തായാലും ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചു നോക്കാം. ഇതാണ് അതിൻ്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇവിടെ എന്തൊരു മെഷീനൊക്കെ ഉണ്ട്, ഒന്ന് പേ ചെയ്തിട്ടൊന്നും കയറാൻ തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് നോക്കട്ടെ. മെഷീനിൽ നിന്ന് നമ്മൾ ഒരാൾക്ക് ഇതിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട് 5 യൂറോ ആണ്. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്ത് 5 യൂറോ കൊടുത്തിട്ട് ഞാനിപ്പോൾ ടിക്കറ്റ് എടുത്തു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ഈ മെഷീനിൽ ഇങ്ങനെ കാണിക്കണം. നമ്മൾ കയറാത്ത നമ്മൾ അങ്ങനെ തലതിരിഞ്ഞ വീട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ തലതിരിഞ്ഞ വീട്. ഇതിൻ്റെ അകത്തെന്താണ് സംഭവം എന്നൊക്കെ നമുക്ക് പോയി നോക്കാം. എന്താ ഡൈനിങ് ഏരിയ ആണോ എന്താ സംഭവം എന്നറിയില്ല. പെട്ടി, സകല സാധനങ്ങളും, ക്ലോക്ക്, തലതിരിച്ച് ഒരു പട്ടിക്കുട്ടി വരെ മുകളിലിരിക്കണം.
ഡൈനിങ് ടേബിള്. എന്താ സെറ്റപ്പ്. ഇതേ പട്ടിയിരിക്കണമെങ്കിൽ തല കുത്തിയിരിക്കണം പട്ടി അല്ലേ. ഇതിൻ്റെ മുകളിലേക്കൊന്ന് നമുക്ക് കയറി നോക്കാം. ഇതിൻ്റെ മുകളിലെ പരിപാടി എന്താ നോക്കാം. ഒരു പിള്ളേരുടെ ഒരു റൂമാണ് കാണുന്നത്. കട്ടിലൊക്കെ തല ഇരിഞ്ഞ് വെച്ചേക്കണേ. അടിപൊളി. ആ ലിവിങ് റൂം സെറ്റപ്പാണ്. എന്താ അടിപൊളി. തലകുത്തിന്ന് കണ്ടൊരു ടി വി. എന്താണല്ലേ. ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതെങ്ങനെ കഴിക്കില്ലേ. കിച്ചണാണ്. കിച്ചണിലെ സെറ്റപ്പ് ഉണ്ട. പൊടികളൊക്കെ എല്ലാം തലകീഴായിട്ടിരിക്കുന്നു. പാത്രങ്ങൾക്ക് ഉള്ള സെറ്റപ്പ്. വാഷിംഗ് മെഷീനൊക്കെ തല തിരിച്ചു വെച്ചേക്കണേ. ഇതെങ്ങനെ ഉപയോഗിക്കും അല്ലേ. ഇതിലെങ്ങനെ ഇരിക്കും ഈ ക്ലോസറ്റിൽ അല്ലേ. ഇതിലിരിക്കുന്നവൻ തല ഉള്ളിൽ കയറ്റി വെച്ചിരിക്കും അല്ലേ. ആ കൈ കഴുകാനൊക്കെ പറ്റും. സൂപ്പർ. അല്ല അതല്ല ബാത്ത് ടപ്പ്. ഇതിൽ കിടന്ന് സുഖമായിട്ട് കുളിക്കുക. സെറ്റപ്പായിട്ട് കുളിക്കുക. വേണ്ട ആ ഇത് ടെമ്പററി ഉണ്ടാക്കിയത്. ഞാൻ ഒരു കാട്ടിൽ കണ്ട കൊച്ചിനെ കിടത്തണ തൊട്ടില്. നമ്മ തല തിരിഞ്ഞ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാണ്. പുതിയ കാഴ്ചകളായിട്ട് ഇനി കാണാം.